യാ അയ്യുഹന്നാസ് ഉസികും ഇയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്തിൻ്റെ പുണ്യത്തിൻ്റെ പൂക്കാലമായ റമദാൻ മാസം നമ്മിലേക്ക് എത്തുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. വലിയൊരു മുന്നൊരുക്കത്തോടുകൂടി ആ റമദാനിനെ വരവേൽക്കുമ്പോൾ മാത്രമാണ് ഏറ്റവും ഭംഗിയായി ആ ദിനങ്ങളിലൂടെ സഞ്ചരിക്കാൻ, യാത്ര ചെയ്യാൻ, മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മഹാരഥന്മാരായ മുൻഗാമികളുടെ ചില വാചകങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ഇദാ ദഖല ശഅബാൻ, ശഅബാൻ അവരിലേക്ക് പ്രവേശിച്ചാൽ, കടന്നു വന്നാൽ, അഗ്ലഖ തിജാറതഹു, അവരവരുടെ കച്ചവട സംരംഭങ്ങൾ അവർ ക്ലോസ് ചെയ്യുമെന്നുള്ളതാണ്. എന്നിട്ടോ വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിനും മറ്റ് ഇബാദത്തുകൾക്കുമായി അവർ മാറി നിൽക്കുമായിരുന്നു എന്നൊക്കെ പണ്ഡിതോദ്ധരണികൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബല റമളാൻ, റമളാനിന് മുന്നേ സ്വന്തത്തെ നന്നാക്കിയവന് എന്ത് മംഗളമുണ്ട്, സന്തോഷവാർത്തയുണ്ട് എന്ന അധ്യാപനങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. തൂബ ലിമൻ തൊഹറ ഖൽബഹു ഖബല റമളാൻ, റമളാനിന് മുന്നേ ഹൃദയത്തെ ശുദ്ധീകരിച്ചവന് മംഗളമുണ്ട് എന്ന മുൻഗാമികളുടെ വചനങ്ങൾ പ്രിയപ്പെട്ടവരെ ഏറെ ശ്രദ്ധേയമാണ്. കാരണം നമ്മുടെ ഖൽബ് എന്നുള്ളത്, നമ്മുടെ നഫ്സ് എന്നുള്ളത്, നമ്മുടെ ജീവിത സാഹചര്യം എന്നുള്ളത് വളരെ വേഗതയിൽ തന്നെ മറിയാനുള്ള സാഹചര്യമാണ് എന്നുള്ളതാണ് മുൻഗാമികളുടെ ഉദ്ധരണികളിൽ നിന്നും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, പാത്രത്തിൽ കടന്ന് വെട്ടിത്തിളക്കുന്ന വെള്ളം മറിയുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം മറിയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതേ ലഖൽബു ബിനി ആദമ അസ്റഉ തഖല്ലുബൻ മിനൽ ഖിദർ ഇദസ്തജമഅത് ഗലയാനൻ എന്ന വാചകം പ്രിയപ്പെട്ടവരെ ഏറെ ശ്രദ്ധേയമാണ്. മാത്രമല്ല മസലുൽ ഖൽബ് മസലുർ റീശ, ഹൃദയമെന്നുള്ളത് ഒരു ഇലയെപ്പോലെയാണ്. എങ്ങനെയാണ് ആ ഇല ഒരു മരുഭൂമിയിൽ കിടക്കുന്ന, ഒരു പരുഷമായ ഭൂമിയിൽ കിടക്കുന്ന ഒരു ഇലയെപ്പോലെയാണ്. കാറ്റിൻ്റെ വേഗതക്കനുസരിച്ച് ആ ഇല അങ്ങോട്ടും ഇങ്ങോട്ടും മറിയും. അതുപോലെ നിങ്ങളുടെ ഹൃദയം മറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബ, അതേ ഒരു വ്യക്തിയുടെ ഈമാൻ ശരിയാവുകയില്ല, അത് പൂർണ്ണമാവുകയില്ല അവൻ്റെ ഹൃദയം നന്നാകുന്നതുവരെ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. അതാണ് അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന. യുക്സിറു എന്നാണ് ഹദീസിലൂടെ കാണാൻ കഴിയുക. ധാരാളം പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ അടിയുറച്ച് നിർത്തിപ്പിക്കണേ നാഥ എന്ന പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ പ്രവാചകൻ പോലും ധാരാളം പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഹദീസുകൾ വ്യക്തമാക്കുമ്പോൾ നമ്മുടെ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. അൽ ഈമാനു യസീദു വയൻഖുസു, അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ്. അൽ ഈമാനു യസീദു ബിത്വാഅതി, അല്ലാഹുവിനെ അനുസരിക്കുന്നത് മൂലം, പ്രവാചകാധ്യാപനങ്ങൾ ശിരസാവഹിക്കുന്നത് മൂലം അവൻ്റെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. എന്നാലോ ഈമാൻ കുറയുന്ന സാഹചര്യമുണ്ട്.
ഈമാൻ ഇല്ലാതാകുന്ന അവസ്ഥയുണ്ട്. അൽ ഈമാൻ യൻഖുസു ബിൽ മഅസിയ, പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ, പ്രവാചക അധ്യാപനങ്ങൾ ശിരസാ വഹിക്കുന്നതിൽ മടിവെക്കുന്നതിലൂടെ, അലസത വെക്കുന്നതിലൂടെ അവൻ്റെ ഈമാൻ കുറഞ്ഞു പോകുന്നതാണ്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. ആ ഈമാൻ കുറഞ്ഞ അവസ്ഥയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണം ഏത് സമയത്താണ് നമ്മെ പുൽകുക, നമ്മെ പിടികൂടുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞ തൂബാ, മംഗളമുണ്ട് ലിമൻ അസ്ലഹ നഫ്സ, ഒരു വ്യക്തിയെ നന്നാക്കുന്നവന്, അവൻ്റെ സ്വശരീരത്തെ നന്നാക്കുന്നവന് റമളാനിന് മുന്നേ ജീവിതത്തിലെ നിലവിലുള്ള എല്ലാവിധ പാപങ്ങളും കഴുകിക്കളഞ്ഞ ഇബാദത്തുകളിൽ അലസതയോ മടിയോ താല്പര്യമില്ലായ്മയോ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ നന്നാക്കിയിട്ട് റമളാനിൽ പ്രവേശിക്കുന്നവന് മംഗളമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാൻ കുറഞ്ഞിട്ടാണോ നിൽക്കുന്നത് എന്നറിയാൻ ചില അടയാളങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആ അടയാളങ്ങൾ മനസ്സിലാക്കി, ആ രോഗം മനസ്സിലാക്കി വേണ്ട രൂപത്തിലുള്ള ചികിത്സകൾ നൽകിയിട്ട് റമളാനിലേക്ക് നാം പ്രവേശിക്കണം. എങ്കിലേ ആ റമളാൻ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. നോക്കിയേ നിങ്ങൾ, പാപങ്ങൾ നിസാരവൽക്കരിക്കുന്നൊരു സാഹചര്യം നിൻ്റെ ജീവിതത്തിലുണ്ടോ? നിൻ്റെ ഈമാൻ കുറഞ്ഞിട്ടുള്ളത്. പാപങ്ങൾ കാണുമ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, അതൊക്കെ ഇപ്പോൾ ആരാ ചെയ്യാത്തത്? എല്ലാ കുടുംബത്തിലും ഇല്ലേ, എല്ലാ മക്കളും ഇല്ലേ? ഇതൊക്കെ ചെയ്യാതെ ഇപ്പം എങ്ങനെ ജീവിക്കുക എന്നൊക്കെയാണ് പലപ്പോഴും പലരുടെയും മനസ്സുകൾ മന്ത്രിക്കുക. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു, ഒരു വിശ്വാസിയായ വ്യക്തിയുണ്ടല്ലോ, ഒരു മുഅ്മിനായ വ്യക്തിയുണ്ടല്ലോ, അവൻ പാപങ്ങളെ കാണുക ഏത് രൂപത്തിലാണെന്നറിയോ? കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖഅ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. അതേ പ്രിയപ്പെട്ടവരെ, ഒരു മുഅ്മിൻ അവൻ്റെ പാപങ്ങൾ അവൻ കാണുന്നത് ഏത് രൂപത്തിലാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഒരു മലക്ക് താഴെ ഒരു വ്യക്തി ഇരിക്കുകയാണ്. മലക്ക് താഴെ ഒരു വ്യക്തി ഇരിക്കുക. ആ മല എന്നുള്ളത് എന്താ? എപ്പോൾ വേണമെങ്കിലും വീഴാം, എപ്പോൾ വേണമെങ്കിലും എൻ്റെ ശരീരത്തിൽ വന്ന് പതിക്കാം എന്ന ചിന്തയിൽ ഒരു വ്യക്തി ഇരിക്കുന്നത് പോലെ മുഅ്മിൻ അവൻ്റെ പാപങ്ങളെ കാണുക. അത്രയും പേടിയായിട്ടാവും. പ്രിയപ്പെട്ടവരെ, ഒരു തകർന്ന് വീഴാറായ ഒരു ബിൽഡിങ്ങിൻ്റെ അടിയിൽ നമുക്ക് പോയിരിക്കാൻ നമ്മുടെ മനസ്സനുവദിക്കുമോ? നമ്മുടെ ശരീരം സജ്ജമാകുമോ? ഇല്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. അതുപോലെയാണ് ഒരു മുഅ്മിൻ അവൻ്റെ പാപങ്ങളെ കാണുക. ചെയ്യാൻ താല്പര്യപ്പെടില്ല, അടിക്കാൻ താല്പര്യപ്പെടില്ല, കൂടെ കൂട്ടാൻ താല്പര്യപ്പെടില്ല, അതിൻ്റെ ഏഴയലത്ത് പോകാൻ അവൻ താല്പര്യപ്പെടില്ല. കാരണം അത്രയും ഗൗരവമായി മുഅ്മിന് കാണും. എന്നാലോ അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വ ഇന്നൽ ഫാജിറ യറാ ദുനൂബഹു, ഒരു മുഅ്മിനല്ലാത്തൊരു വ്യക്തിയുണ്ടല്ലോ, അവന് പാപങ്ങളെ കാണുക ഏത് രൂപത്തിലാണെന്നറിയോ? കദുബാബിൻ മറ അലാ അൻഫിഹി, തൻ്റെ മൂക്കിൻ്റെ ചുറ്റുവട്ടത്തായി പാറിപ്പറന്ന് കളിക്കുന്ന ഒരു കൊതുകിൻ്റെ വിലയെ അവനവൻ്റെ പാപങ്ങൾക്ക് നൽകുകയുള്ളൂ. നമ്മുടെ മുഖത്തും കണ്ട ഒരു ഈച്ച അങ്ങനെ പാറിപ്പറക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു തട്ട് കെട്ടും. അതിനപ്പുറം നമ്മൾ എന്തെങ്കിലും ചെയ്യുക പ്രിയപ്പെട്ടവരെ? അതുപോലെയാണ് ഒരു തെമ്മാടിയായ വിശ്വാസിയല്ലാത്ത വ്യക്തിത്വം പാപങ്ങളെ കാണും. ഇതൊക്കെ ഇപ്പം എല്ലാവരും ചെയ്യുന്നതല്ലേ? ഇതൊക്കെ ഇപ്പം ആരാ ചെയ്യാത്തത്? ഇതൊക്കെ പടച്ചോൻ പുറത്തുവരും, അല്ലാഹ് ഗഫാർ. അപ്പം നമുക്ക് അള്ളാഹിൻ്റെ എല്ലാവിധ അസ്മാവുകളും ഓർമ്മ വരും. അപ്പം നമുക്ക് അള്ളാഹിൻ്റെ എല്ലാവിധ സിഫാത്തുകൾ ഓർമ്മ വരും. ശൈത്താൻ അലങ്കാരമാക്കി തോന്നിപ്പിക്കും, നല്ലതാക്കി തോന്നിപ്പിക്കും. അതൊന്നും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ചെയ്തു വെച്ചിട്ടൊന്നും അല്ലേ അങ്ങോട്ട് നരകത്തിലിടൊന്നുമില്ല, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ മുഅ്മിനീങ്ങളെങ്ങനെ ഒരു പാപത്തവന് കാണുക? എങ്ങനെ? അത് തൻ്റെ ശരീരത്തിലേക്ക് വീഴാൻ പോകുന്നൊരു പർവ്വത സമാനം. ആ രൂപത്തിൽ അവനവൻ്റെ പാപങ്ങളെ കാണുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ഒരു മെൻറ്റാലിറ്റിയും ചിന്തയും
ഒരു രീതിയുമാണോ നമുക്ക്? നമ്മുടെ ഈമാൻ കുറഞ്ഞ അവസ്ഥയിലാണ്, നമ്മുടെ ഈമാൻ ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്ക് വേണം. ഇനി പരിശുദ്ധ ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ അടയാളം എന്തെന്നറിയോ? ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സുമ്മ ഖസത് ഖുലൂബുക്കും, അവരുടെ ഹൃദയങ്ങൾ കഠിനമായ ഹൃദയങ്ങളെ പോലെയായിട്ടുണ്ട്. എങ്ങനെയെന്നറിയോ? മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ, അതേ ഒരു പർവ്വതം പോലെ പാറകളെ പോലെയായിട്ടുണ്ട്. ഔ അശദ്ദു ഖസ്വ, അതല്ല അതിനേക്കാൾ കടുത്തതായ രൂപത്തിലാണ് അവരുടെ ഹൃദയങ്ങൾ. പാറ പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്ത രൂപത്തിൽ. പ്രിയപ്പെട്ടവരെ, ഇമാം നാസർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞെന്തറിയോ? ഫലം തുഅസ്സിർ ഫീഹാ അൽ മൗഇള, യാതൊരു ഉപദേശവും ഉൾക്കൊള്ളാനുള്ള മനസ്സ്, ഉൾക്കൊള്ളാനുള്ള ഹൃദയം അവർക്കുണ്ടാവുന്നതല്ല. അവർക്കുണ്ടാകുന്ന എന്താ? മിൻ ബഅദി ദാലിക മാ അൻഅമ അലൈക്കും ബിന്നിഅമിൽ അളീം, അല്ലാഹു ഒട്ടനവധി അനുഗ്രഹങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. ഹിദായത്ത് എന്ന സുന്ദരമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകി, കണ്ണെന്ന അനുഗ്രഹം നൽകി, കാതെന്ന അനുഗ്രഹം നൽകി, ത്വക്കെന്ന അനുഗ്രഹം നൽകി, എല്ലെന്ന അനുഗ്രഹം നൽകി, ശരീരത്തിൻ്റെ ആരോഗ്യപരമായ പൂർണ്ണാവസ്ഥയിലൂടെ അവർക്ക് ജീവിക്കാനുള്ള ആരോഗ്യം നൽകി. മാൻ അമ അലൈക്കും ബിന്നിഅമിൽ അളീം, എല്ലാവിധ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും ഹൃദയങ്ങൾ കടുത്തുപോയവർ. ഫലം തുഅസ്സിർ ഫീഹാ അൽ മൗഇള, ഉപദേശങ്ങൾ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ അവർക്കുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മോടല്ലേ? അതാണ് ഈ ആയത്തിൻ്റെ വിവക്ഷ. നമ്മുടെ മുൻഗാമികളായിട്ടുള്ളവർ ആയത്ത് കേൾക്കും, ഒരു ഹദീസ് കേൾക്കും, ഒരു ചരിത്രം കേൾക്കുമ്പോൾ അവരുടെ മനസ്സുകൾ പിടക്കുമായിരുന്നു, അവരുടെ മനസ്സുകൾ കുലുങ്ങുമായിരുന്നു. പ്രവാചക അധ്യാപനങ്ങൾ കേട്ടാൽ അത് ശിരസാ വഹിക്കാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവർ കാണിച്ച ത്വരയും വെമ്പലും ഒക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട്. അല്ലാഹ് പറയാ, സുമ്മ ഖസത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ, കടുത്തതായി പോകുന്ന ഒരവസ്ഥ. മറ്റൊരു കാര്യം കൂടി ഇതിൽ നിന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ മുന്നിൽ കുറേ മരണം നടന്നാലും, മാരകമായ രോഗങ്ങളുള്ളവരെ കണ്ടാലും, വലിയൊരു അപകടം കണ്ടാലൊന്നും നമുക്കൊരു കൂസലുമില്ലാത്തൊരവസ്ഥ. ആരപകടമല്ലേ? അതിപ്പോൾ ഒരു മരണമല്ലേ? അതിപ്പോൾ ഒരു രോഗമല്ലേ? ആർക്കപ്പല്ലാത്ത അങ്ങനത്തെ എല്ലാത്തിനെയും ഒരു നിസാരവൽക്കരിക്കുന്ന അവസ്ഥ ഇങ്ങനെ ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനിൽ കുറവുണ്ട് എന്നുള്ളതാണ് പണ്ഡിതന്മാർ ഇത്തരം ആയത്തുകളെയും ഹദീസുകളെയും ഒക്കെ വെച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തത്, ഖുശൂ നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിൽ കുറവുണ്ട് എന്നുള്ളതാണ്. ഖുശൂ ഇല്ലാത്ത അവസ്ഥ, അതാണ് മുൻഗാമികൾ പറഞ്ഞില്ലേ? ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകം. പ്രിയപ്പെട്ടവരെ, എത്ര ശ്രദ്ധേയമാണ്. രണ്ട് വ്യക്തികൾ നമസ്കരിക്കുകയാണ്. അവർ നമസ്കരിക്കുന്ന നമസ്കാരം ഒന്നാണ്, ഒരു സഫിലാണ് അവർ നിൽക്കുന്നത്. വറജുലാനി യകൂനു മഖാമുഹുമാ ഫീ സഫിൻ വാഹിദി, രണ്ട് വ്യക്തികൾ ഒരേ സഫിലിരുന്ന് ഒരേ നമസ്കാരം നമസ്കരിക്കുന്നു. വബൈന സ്വലാത്തൈഹിമാ, അവരുടെ ഇരുപേരുടെയും നമസ്കാരം കമാ ബൈന സമാഇ വൽ അർള്, ആകാശഭൂമിയോളം വ്യത്യാസമുണ്ടാകും. ഒരേ നിസ്കാരം ഒരേ സഫില്, എന്നാൽ അവരുടെ ഇരുപേരുടെയും നമസ്കാരം ആകാശഭൂമിയോളം വ്യത്യാസം ഉണ്ടാവും. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഇദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്തായാലും ഉത്തരം കിട്ടുമെന്ന ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കണേ. ഈ ഹദീസിന്റെ ബാക്കി എന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ? വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഇൻ, അതേ അശ്രദ്ധയിലുള്ള വേണം വേണ്ട, കിട്ടിയാൽ കിട്ടട്ടെ പോയാൽ പോട്ടെ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥനകൾ, ഇബാദത്തുകൾ, അത് പടച്ച റബ്ബ് സ്വീകരിക്കുന്നതല്ല. എല്ലാവരും ചെയ്യുന്നു, ഇപ്പം ഞാനും ചെയ്യുക. എല്ലാവരും നിസ്കരിക്കുന്നു, ഞാനും നിസ്കരിക്കുക. എല്ലാവരും നോമ്പൊലിക്കുന്നു, ഞാനും നോമ്പൊലി. ഇപ്പം തന്നെ നമ്മുടെയൊക്കെ പ്രയാസവും റമദാൻ ഇപ്പം ഭയങ്കര ചൂടിലാണ്, എന്തപ്പം ചെയ്യുക? എനിക്ക് ഇനി കിട്ടണം,
ഒക്കെയാണ് പലരുടെയും ചിന്ത ഇപ്പോൾ എന്നെ പ്രിയപ്പെട്ടവരെ. നോക്കിയേ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ലാ യസ്തജീബു ദുആൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഇൻ. അശ്രദ്ധയുള്ള, ഒരു ഈമാനില്ലാത്ത, ഒരു ഖുശൂഇല്ലാത്ത കർമ്മങ്ങൾ പടച്ച റബ്ബിന് വേണ്ട, അത് അല്ലാഹ് സ്വീകരിക്കൂല എന്നാ പ്രിയപ്പെട്ടവരെ. അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവരാണോ, അത്തരത്തിലാണോ നമ്മുടെ നമസ്കാരം? മധുരമേകുന്നൊരു നമസ്കാരം നമുക്കില്ലേ? അനുഭൂതിയേകുന്നൊരു നോമ്പ് പ്രിയപ്പെട്ടവരെ നമുക്കില്ലേ? ആശ്വാസമേകുന്നൊരു സദഖ പ്രിയപ്പെട്ടവരെ നമുക്കില്ലേ? കൺകുളിർമ നൽകുന്ന ഒരു ഖുർആൻ പാരായണം പ്രിയപ്പെട്ടവരെ നമുക്കില്ലേ? നമ്മുടെ ഈമാനിൽ എന്തോ ഒരു കുറവുണ്ട് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹ് പറഞ്ഞില്ലേ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിട്ടുണ്ട്, മുഅ്മിനീങ്ങൾ വിജയം പ്രാപിച്ചിട്ടുണ്ട്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, തങ്ങളുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരായ. അതായത് നിസ്കരിക്കുമ്പോൾ ഒരു ഖുശൂഅ്. വൻഗാമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാചകല്ലേ, യാ ബിലാൽ അർഹിനാ ബിസ്സലാ. നമസ്കാരം കൊണ്ട് നമുക്ക് ബിലാലെ ഒന്ന് ആശ്വാസം കണ്ടെത്താം, ബിലാലെ നിസ്കരിച്ചിട്ടൊന്ന് ആശ്വാസം കണ്ടെത്താം. മുൻഗാമികൾ മരണ വാർത്ത കേൾക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. എന്തിനാ? ഒരാശ്വാസത്തിന്. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. എന്തിനാ? ഒരാശ്വാസത്തിന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമസ്കാരങ്ങൾ ആശ്വാസമേകുന്നതാണോ? ഖുശൂഅ് ഉളവാക്കുന്നതാണോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ. ഇല്ല എങ്കിൽ നമ്മുടെ ഈമാൻ ഇങ്ങനെ എല്ലാവരും നിസ്കരിക്കേണ്ട, പോയിട്ടില്ലേ, മോശമല്ലേ, ബാങ്ക് കൊടുത്തില്ലേ, പോവാ. അങ്ങനത്തെ നിസ്കാരങ്ങൾ കൊണ്ട് അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന അന്നാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. അവർ നമസ്കരിക്കുന്നത് എങ്ങനെയാണ്? ഖാമൂ കുസാലാ, ഉദയാസീനന്മാരായിട്ടാണ്, മടിയന്മാരായിട്ടാണ്, അലസന്മാരായിട്ടാണ് നിസ്കരിക്കുന്നത്. യുറാഊന അന്നാസ, ജനങ്ങളെ കാണിപ്പിക്കാൻ വേണ്ടിയാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, അവര് പടച്ച റബ്ബിനെ ആ നമസ്കാരത്തിൽ കുറച്ചല്ലാതെ ഓർക്കുകയില്ല. പടച്ച റബ്ബിന് ആ നിസ്കാരത്തിൽ കുറച്ചല്ലാതെ ഓർക്കൂല, കുറച്ചേ ഓർക്കുള്ളൂ എന്ന്. ബാക്കിയൊക്കെ വേറെന്തൊക്കെ ചിന്തയും വേറെന്തൊക്കെ ഹാലിലാവും എൻ്റെ നിസ്കാരങ്ങൾ. അങ്ങോട്ട് വരുന്നു, എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ പോണു. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ ഒരു കാര്യമില്ല, നമ്മുടെ ഈമാനിൽ കുറവുണ്ട് എന്നർത്ഥം. ഇത് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്ന കാര്യം. സൽക്കർമ്മങ്ങളിൽ പിന്തി നിൽക്കുന്നൊരവസ്ഥ സുന്നത്തല്ലേ, അല്ലേ? സുന്നത്തല്ലേ? ഒരു നിസാരവൽക്കരണത്തിൻ്റെ അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോകുന്ന അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങളിലൂടെയാണ്. ഒരു കൊല്ലത്തെ നോമ്പെടുത്തതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിനങ്ങളിലൂടെയാണ്. നമ്മുടെ സ്വന്തത്തോടൊന്ന് ചോദിക്കുക, നമുക്ക് എത്ര ആളുകൾക്ക് ആ നോമ്പ് നോൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? പ്രത്യേകിച്ച് ശഅബാൻ മാസത്തിൽ, അല്ലാഹുവിൻ്റെ റസൂല് ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റിരുന്നൊരു മാസമാണ് ശഅബാൻ മാസം എന്നുള്ളത്. നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ. ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങളൊന്ന് സ്വയം വിചാരണ ചെയ്യടോ. വസിനു ഖബ്ല അൻ തൂസനു, നിങ്ങളൊന്ന് സ്വയം അളന്നു നോക്കൂ, തൂക്കി നോക്കൂ നിങ്ങളുടെ കർമ്മങ്ങൾ. ഇത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു നൽകിയതാ. ലാ യസാലു ഖൗമുൻ യതഅഖറൂന അൻ സഫിൽ അവ്വലി ഹത്താ യുഖല്ലിഫഹുമുല്ലാഹ്. ഒരു കൂട്ടര് അവർ ഒന്നാമത്തെ സഫിൽ നിന്ന് ഇങ്ങനെ മാറും. ഒന്നാമത്തെ സഫിലിരിക്കും, അവർക്ക് എന്തോ ഇടങ്ങേറാ. എത്ര നേരത്തെത്തിയാലും പള്ളിൻ്റെ പിറകിലേ പോയിരിക്കുള്ളൂ. ഏത് കർമ്മത്തിനും അവർ മുന്നിലുണ്ടാവില്ല. ഈ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞെന്താ അറിയോ പ്രിയപ്പെട്ടവരെ? ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളെ മനസ്സിലാക്കി തന്നത് എന്താ അറിയോ? ഹത്താ യുആഖിബഹുമുല്ലാഹ് ഹത്താ യുഖല്ലിഫഹുമുല്ലാഹ്, അള്ളാഹ് അവരെ പിറകിലാക്കും, അള്ളാഹിൻ്റെ ശിക്ഷ അവർക്ക് കിട്ടും. അതുവരെ ഓലിങ്ങനെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. പടച്ചോൻ്റെ ഫളിൽ നിന്ന്, പടച്ചോൻ്റെ റഹ്മത്തിൽ നിന്ന് അവരിങ്ങനെ മാറ്റി നിർത്തും റബ്ബ്. പടച്ചോൻ്റെ ദീനിന് വേണ്ടി മുന്നേറാൻ, ഇബാദത്തുകൾക്ക് വേണ്ടി മുന്നേറാൻ നാം താല്പര്യം കാണിച്ചിട്ടില്ല, അള്ളിങ്ങനെ സൈഡാക്കും പ്രിയപ്പെട്ടവരെ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചന. ഇത് അള്ളാഹിൻ്റെ ഹബീബ് പഠിപ്പിച്ച് നൽകിയ വചനാണ്. അങ്ങനെയാണോ നമുക്ക്? സുന്നത്തല്ലേ നിസാരവൽക്കരിക്കുക?
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, മാ തറക്തു ശൈഅൻ മിൻ അംരിഇ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യം പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷ വരുത്തിയിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. എന്തേ ഞാൻ ഒഴിവാക്കാതിരിക്കാനുള്ള എന്തേ ഞാൻ എൻ്റെ ജീവിതത്തിന് പ്രാവർത്തികമാക്കാനുള്ള കാരണം അന്നസീഖ, ഞാൻ പിഴച്ചു പോകുമെന്ന് ഭയപ്പെട്ടിട്ടാണ്. ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. പ്രിയപ്പെട്ടവരെ, അബൂബക്കറും ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗത്തിലാണ്. അതേ സ്വഹാബത്തിന്റെ പദവിയിൽ ഒന്നാമനല്ലേ അബൂബക്കർ? അല്ലാഹുവിന്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഇഷ്ടപ്പെട്ട, ഏറെ തൃപ്തിപ്പെട്ട സ്വഹാബി വര്യനല്ലേ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുക ഒരു കാര്യം പോലും ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടില്ല. ഉപേക്ഷ വരുത്താതിരിക്കാനുള്ള കാരണം എന്താ? ഞാൻ പിഴച്ചു പോകുമെന്ന് ഭയപ്പെട്ടിട്ടാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾ അങ്ങനെയാണ്. ഒരു കർമ്മത്തെ പോലും അവർ നിസ്സാരവൽക്കരിച്ചിട്ടില്ല. കാരണം ഇസ്ലാം ദീനി എന്നുള്ളത് അങ്ങനെയാണ്. ഒരു സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണ് എന്ന പ്രവാചകൻ പഠിപ്പിച്ചത്. ഒന്ന് പുഞ്ചിരിച്ചാൽ മതി, അത് സ്വതക്കയാണ്. അത്രയും നിസ്സാരമായ കാര്യങ്ങളിൽ വലിയ പ്രതിഫലങ്ങൾ തരുന്ന റബ്ബ് നമ്മോട് ആവശ്യപ്പെടുക കർമ്മങ്ങൾ ചെയ്യാൻ. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളു അസ്സമാവാതു വൽ അർള് ഉഇദ്ദത ലിൽ മുത്തഖീൻ. നിങ്ങൾ ധൃതിപ്പെട്ടോ, പടച്ച റബ്ബിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടിയും ആകാശഭൂമിയോളം വിശാലമായ സ്വർഗീയാരാമം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പണിയെടുത്തോ. ഇത് പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം. ഇത് ഉൾക്കൊണ്ടവരാ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികൾ. അതാണ് ഇത്തരം ആയത്തുനിന്നും ഹദീസിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഏതായാലും സലഫികളാണ്, ഏതായാലും മുവഹിദീങ്ങൾ, അങ്ങനത്തെ ഒരു ചിന്തയാണ് നമുക്ക്. ഇന്നൽ ഈമാന, നിശ്ചയം ഈമാൻ എന്നുള്ളത് ലയഖ്ലുഖു ഫീ ജൗഫി അഹദിക്കും കമാ യഖ്ലുഖു സൗബ്, വസ്ത്രം നുരുമ്പിച്ചു പോകുന്നത് പോലെ നിങ്ങളുടെ ഈമാൻ നുരുമ്പിച്ചു പോകുന്നതാണ്. ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന, പടച്ച റബ്ബിനോട് നിങ്ങൾ ധാരാളം 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 ചോദിക്കണേ നിങ്ങളുടെ ഈമാൻ പുതുക്കിത്തരാൻ വേണ്ടി. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ മടി തോന്നുന്നൊരവസ്ഥ, തിന്മകളെ നിസാരവൽക്കരിക്കുന്നൊരവസ്ഥ, മനസ്സ് കടുത്തു പോകുന്നൊരവസ്ഥ നമുക്കുണ്ടോ? നമ്മുടെ ഈമാൻ കുറഞ്ഞിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് പുതുക്കി പണിയണം, ഇബാദത്തുകളിൽ മുന്നേറണം. ഒരു മുഅ്മിൻ എന്ന നിലയ്ക്ക് ജീവിതത്തിൽ ഇബാദത്തുകളുടെ ചാർട്ടുകൾ ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, തൂബാ, മംഗളമുണ്ട് ലിമൻ അസ്ലഹ നഫ്സഹു ഖബല റമളാൻ, റമളാനിന് മുന്നേ ഇബാദത്തുകളിൽ പുളകിതമായൊരു ജീവിതം ജീവിച്ചുകൊണ്ട് പടച്ച റബ്ബിൻ്റെ സന്നിധിയിലേക്ക് ആ റമളാനിനെ വരവേൽക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. നോക്കിയേ നിങ്ങൾ, മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാർ ഈ ഒരു ശഅബാൻ മാസത്തെ എങ്ങനെ കാണണമെന്ന് അവർ പഠിപ്പിച്ചു തരികയാണ്. ശഅബാൻ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ, ശഹ്റു റജബ് ശഹ്റുൽ ലിസ്സറഇ വശഅബാനു ശഹ്റു സഖീ ലിസ്സറഇ വറമളാനു ശഹ്റു ഹസാദി സ്സറഇ. പ്രിയപ്പെട്ടവരെ, റമളാനിൽ മാത്രം പലരുടെയും ചിന്ത റമളാനിൽ നല്ല ഖുർആൻ ഓതണം, റമളാനിൽ രാത്രി നിസ്കാരമൊക്കെ സജീവാക്കണം, റമളാനിൽ സദഖയൊക്കെ നല്ല രൂപത്തിൽ കൊടുക്കണം. പോരാ, റമളാനിന് മുന്നേയുള്ള റജബാകട്ടെ വിത്തുകൾ പാകുന്ന മാസമാണ് റജബ്. ആ ശഅബാനാകട്ടെ ആ വിത്തുകൾ നട്ടതിന് ശേഷം വെള്ളം കൊടുക്കുന്ന മാസമാണ് ശഅബാൻ. ഇനി ആ റമളാനോ വശഅറു ഹസാദി സ്സറഇ, ആ വിളവുകൾ എടുക്കുന്ന മാസമാണ് റമളാൻ. ഇങ്ങനെ ഈ ഒരു ദിവസങ്ങളെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുക. നമ്മളൊക്കെ ഒരുപാട് കേൾക്കുന്നു പറയുന്നൊക്കെ ഉണ്ട്. അവിടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള മനസ്സാണ് കൊണ്ടുവന്നാൽ ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, സ്വന്തം ഇച്ഛകളെ പിടിച്ചു നിർത്തി പടച്ച റബ്ബിന്റെ സ്ഥാനത്ത് ഭയപ്പെടുന്നവരാരോ അവർക്കാണ് സ്വർഗമുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ. അവർക്കേ സ്വർഗമുള്ളൂ.
അതുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കണം. എല്ലാ കാര്യത്തിലും റമദാൻ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. വീടുകളിൽ നനച്ചുള്ളിപ്പണികൾ ആരംഭിച്ചിട്ടുണ്ട്. ജനലുകളും പഴയ ബെഡ്ഷീറ്റുകളും പുതപ്പുകളും അല്ലേ, എടുക്കാത്ത പാത്രങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി ഭംഗിയോടുകൂടി നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ കഴുകിക്കളയാൻ, വിദ്വേഷവും അസൂയയും പകയുമുണ്ടോ കഴുകിക്കളയണം. സലാം പറഞ്ഞു തുടങ്ങണം. ജീവിതത്തിലെ തിന്മകൾ, ആരാരും അറിയാത്ത തിന്മകളുണ്ടോ, അല്ലാഹുമ്മ ഗഫിർലി, പടച്ച റബ്ബേ എനിക്ക് പുറത്തു തരണേ. അസ്തഗ്ഫിറുല്ലാഹ്, പടച്ച റബ്ബേ ഞാൻ പാപമോചനം തേടുന്നു. വഅതൂബു, ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു. ആത്മാർത്ഥമായ പശ്ചാത്താപത്തോടെ പ്രിയപ്പെട്ടവരെ, തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇബാദത്തുകളെ നിസ്സാരവൽക്കരിക്കുന്നൊരവസ്ഥയുണ്ടോ, ആവേശത്തോടുകൂടി അതിതാൽപര്യത്തോടുകൂടി പടച്ച റബ്ബിന്റെ സന്നിധിയിലെത്തണമെന്ന ആഗ്രഹത്തോടുകൂടി ഇബാദത്തുകളിൽ മുന്നേറിക്കൊണ്ട് ആ റമളാനിനെ വരവേൽക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹന്നാസു ഉസീകും ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് റമദാൻ മാസത്തിലാണ്. ആ മാസത്തിന് പ്രത്യേകതയുണ്ട്, ആ ദിവസത്തിന് പ്രത്യേകതയുണ്ട്, ആ ഖുർആനിന് പ്രത്യേകതയുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ ഒരു സൂറത്ത് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ സുപരിചിതമാണ്, നമുക്കൊക്കെ ഏറെ മനഃപ്പാടമുള്ള, നാം ഏറെ ദിവസേനയും മറ്റുമൊക്കെ ചൊല്ലുന്നൊരു സൂറത്ത് കൂടിയാണ്. എന്തായിരുന്നു ഈ സൂറത്തിൻ്റെ ഒരു വിവക്ഷ എന്നുള്ളത്? ആ ലൈലത്തുൽ ഖദറിൻ്റെ ദിവസമാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈയൊരു ആയത്തിലൂടെ, ഈ ഒരു സൂറത്തിലൂടെ പ്രതിപാദിച്ചത്. ഇനി ആ ഒരു ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഫീ ലൈലത്തിൻ മുബാറക എന്നാണ്, ബർക്കത്താക്കപ്പെട്ട ഒരു രാത്രിയാണ്. ആ ബർക്കത്താക്കപ്പെട്ട രാത്രി ഏതാ? അത് ലൈലത്തുൽ ഖദറിൻ്റെ ദിവസമാണത്, റമളാൻ മാസത്തിലാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഒരു ദുർബലമായ ഒരു ഹദീസ് ഉണ്ട്, ദുർബലമായൊരു ഹദീസ്. ബറാഅത്ത് രാവ്, അതായത് ശഅബാൻ 15-ാമത്തെ രാവിലാണ് ഖുർആൻ അവതരിച്ചത് എന്നുള്ള ഒരു ദുർബലമായിട്ടുള്ളൊരു ഹദീസ്. ഈ ആയത്തുകളെയും ഹദീസുകളെയും ഒക്കെ പണ്ഡിത ലോകം കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു തന്നൊരു കാര്യം, വമൻ ഖാലഹാ ഇന്നഹാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന കമാ റുവിയ അൻ അഖിരിമ ഫഖദ് അബ്അദ അൻ-നജ്അ ഫഇന്ന നസ്സൽ ഖുർആനി അന്നഹാ ഫീ റമളാൻ. ഖുർആനിൽ തന്നെ അത് കൃത്യവും വ്യക്തവുമായ നസ്സാണ്, അത് റമളാനിലാണ് ആ ഖുർആൻ അവതരിച്ചത് എന്നുള്ളത്. ഇനി അതിൻ്റെ അപ്പുറത്തേക്കുള്ള മറ്റൊരു ചർച്ചകളും അവിടെ ഇല്ല. എന്നാൽ പലപ്പോഴും പലരും പറയുന്നു ഒരു ദുർബലമായ ഖുർആൻ അവതരിച്ച മാസമാണ്, ഖുർആൻ അവതരിച്ച ദിനമാണ്, അതുകൊണ്ട് ഇന്ന് നമ്മൾ നോമ്പ് നോൽക്കുന്നു, ഇന്ന് നമ്മൾ വൃതാനുഷ്ഠാനം നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, മതത്തിന് യാതൊരുവിധ അടിസ്ഥാനവും ഇതിനില്ല. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത, സഹാബത്തിൻ്റെ ജീവിതത്തിലില്ലാത്തൊരു കാര്യം ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ശഅബാന്റെ ഈ ദിനത്തിന് പ്രത്യേക പൂരിശുണ്ട്. ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹിനിൻ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന, ശഅബാന്റെ 15-ാം രാവിൽ എല്ലാവർക്കും പുറത്തു കൊടുക്കും. ഫയഗ്ഫിറുൽ ജമീഇ, എല്ലാവർക്കും അല്ലാഹു പുറത്തു. ഇല്ലാലി മുശ്രിക്കിൻ ഔ മുശാഹിനീൻ, പങ്കു ചേർക്കുന്ന അള്ളാഹുവിന് ശിർക്ക് ചെയ്യുന്നവനും പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തുന്നവനും അല്ലാത്തവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും. ഇതുള്ള ഹദീസാ, ഇത് സ്വഹീഹായിട്ടുള്ള ഹദീസാ. ഈ ഒരു ഹദീസ് വെച്ചിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ രാത്രി നമസ്കാരങ്ങളിൽ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഒരു ദിനത്തിൽ ആത്മാർത്ഥമായി പടച്ചവനോട് പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായി പടച്ചവനോട് പ്രാർത്ഥിക്കുക. ആ ഒരു 15-ാം രാവിലെ റബ്ബേ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ നാഥ. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ ഹദീസിൽ നിന്ന് കിട്ടുക. അല്ലാതെ ഈ ഹദീസിൽ നിന്ന് നോമ്പ് നോൽക്കാനോ അതല്ല എങ്കിൽ സ്വലാത്ത് റഗായിബ് നിർവഹിക്കാനോ ആഗ്രഹ സഫലീകരണ നമസ്കാരം നിർവഹിക്കാനോ സ്വലാത്തുൽ അൽഫിയ 1000 നമസ്കാരം നമസ്കരിക്കാനോ എന്നുള്ള ഒരു തെളിവും ഇതിൽ നിന്ന് കാണില്ല. ഇത് നമ്മൾ ഈ തെളിവൊന്നുമില്ലാതെ നമ്മൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഒന്ന് അല്ലാഹുവോ റസൂലോ പ്രത്യേകത കൽപ്പിക്കാത്ത ദിവസത്തിന് നമ്മൾ ഒരു പ്രത്യേകത കൽപ്പിക്കുകയാണ്. മാത്രമല്ല നബിയോ സഹാബത്തോ അനുഷ്ഠിക്കാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രയാ? സച്ചിതരായ മുൻഗാമികൾക്ക് പരിചയമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്തൊരു കർമ്മം നാം ചെയ്യുമ്പോൾ റസൂൽ നമ്മളെക്കാളും കുറഞ്ഞു എന്നുള്ളതല്ലേ പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ അർത്ഥം? അള്ളാൻ്റെ റസൂല് പഠിപ്പിക്കാനെ മടി കാണിച്ചു എന്നല്ലേ പ്രിയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ വാചകമല്ല കേട്ടോ. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ആരെങ്കിലും അള്ളാൻ്റെ മതത്തിലില്ലാത്തൊരു കാര്യം, റസൂലുള്ള പഠിപ്പിക്കാത്തൊരു കാര്യം, മാ ഖാലല്ലാഹു വമാ റസൂലുള്ളാഹ്, അല്ലയോ റസൂലോ പഠിപ്പിക്കാത്തൊരു കാര്യം ചെയ്യുകയാണ്, യറാഹാ ഹസന, അത് നല്ലതാണെന്ന് വിചാരിച്ചാണ്, നന്മയുള്ളതാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാനർ റിസാല, അവൻ വാദിക്കുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാൻ്റെ റസൂലിൻ്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു. നമ്മുടെ മുത്ത ഹബീബിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമുക്കത് പറയാൻ കഴിയോ? ഒരിക്കലുമില്ല. 23 വർഷക്കാലം അല്ലേ വിശ്രമമില്ലാതെ അള്ളാഹുവിൻ്റെ ദീനെ മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ ആ മഹാവ്യക്തിത്വത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അൽയൗമ അക്മൽതു ലക്കും ദീനുക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഹജ്ജത്തുൽ വിദാഇൻ്റെ സമയത്ത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ്റെ ആയത്ത് റസൂലുള്ളാഹി ഓതിക്കൊടുക്കുക, ഇന്ന ദിവസം ദീൻ പൂർത്തിയായിട്ടുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന കാണാം, ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്ന കാണാം, ഫമാലം യകുൻ യൗമഇദിൻ ദീനാ, അന്നേ ദിവസം ദീനല്ലാത്തൊരു കാര്യം, ലാ യകൂനുൽ യൗമ ദീനാ, ഇന്നും അത് ദീനല്ല. അന്ന് ദീനല്ലാത്ത ഇന്നും ദീനല്ല. അന്ന് ദീനല്ലാത്ത റസൂലുള്ളാഹിൻ്റെ സഹാബത്തിന് പരിചയമില്ലാത്ത, സലഫുകൾക്ക് പരിചയമില്ലാത്ത, റസൂലുള്ള ചെയ്യാത്തൊരു കാര്യം പ്രിയപ്പെട്ടവർ നമ്മൾ ചെയ്താൽ അതൊരു കേവലം പ്രവൃത്തിയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കല്ല. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇകഴ്ത്തുന്നതിന് തുല്യ, അള്ളാഹിൻ്റെ റസൂൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യാണ്. ദീനില്ലാത്തൊരു കാര്യം കെട്ടിച്ചമച്ചുണ്ട് എന്ന് പറയുമ്പോഴോ മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖ്അദഹു മിനൻ നാർ, അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ ഏറെ താല്പര്യത്തോടുകൂടി, ആവേശത്തോടുകൂടി, മനസ്സാന്നിധ്യത്തോടുകൂടി മുന്നേറാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അതിനപ്പുറം റസൂലുള്ള പഠിപ്പിക്കാത്ത സഹാബത്തിൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യം കാണുമ്പോൾ അതിനെ ശക്തമായി പുറംകാലി കൊണ്ട് പ്രിയപ്പെട്ടവരെ ചവിട്ടിയെറിയാൻ നമുക്ക് കഴിയണം. അതിലൊരു സംശയവുമില്ല. ആ ബിദ്അത്തുകൾക്കെതിരെ വിമുഖത കാണിക്കാൻ, ബിദ്അത്തുകൾക്കെതിരെ തിരിഞ്ഞു നടക്കാൻ നമുക്ക് കഴിയണം. കാരണം ഹൗദുൽ കൗസർ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ കൊണ്ട് ആ ഹൗദുൽ കൗസർ മുക്കി കുടിക്കാനുള്ള, അത് ലഭിക്കാനുള്ള ഭാഗ്യത്തെയാണ് പ്രിയപ്പെട്ടവരെ ബിദ്അത്തുകളിലൂടെ നമ്മിൽ നിന്ന് ഇല്ലാതാകുന്നത്. അതുകൊണ്ട് ബിദ്അത്തുകൾ നഖശിഖാന്തം എതിർക്കാൻ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ കഴുകിക്കളഞ്ഞുകൊണ്ട് ശുദ്ധമായ ഹൃദയത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇബാദത്തുകൾ മുന്നേറാൻ അലസതയില്ലാതെ, മടിയില്ലാതെ, അലംഭാവമില്ലാതെ സൽക്കർമ്മങ്ങളിൽ മുന്നേറാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ്
റബ്ബ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ. നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പടച്ച റബ്ബിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചു കൊണ്ടുള്ള കർമ്മങ്ങളാക്കി റഹ്മാനായ റബ്ബ് മാറ്റുമാറാകട്ടെ. ഇഖ്ലാസോടുകൂടി എല്ലാ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കാരണവന്മാർ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ, ദായിമാർ പടച്ച റബ്ബേ ഖബറിനെ വിശാലമാക്കണേ അല്ലാ. അവരെ ഞങ്ങളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് പ്രായമായ ഒട്ടനവധി ആളുകൾ പല രോഗങ്ങളാൽ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. പടച്ച റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മാരകമായ രോഗങ്ങൾ, പെട്ടെന്നുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ നിന്നെല്ലാം ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി വയ ഖാദിയൽ ഹജാത്ത്. اللهم اعتقنا من النار. اللهم أدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.